കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലേ, തിരിച്ചു വരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ അടുത്തേക്ക് വരിക. എന്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിന്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിനായിരിക്കും അവരുടെ മഹത്വം. യൂദായിലെയും ജെറുസലമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എന്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും. അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യൂദായിൽ വിളിച്ചു പറയുവിൻ, ജെറുസലേമിൽ പ്രഘോഷിക്കുവിൻ. കാഹളമൂതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ. ഒരുമിച്ചുകൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിനെന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ. സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ. അഭയം തേടി ഓടുവിൻ, മടിച്ചു നിൽക്കരുത്. തിന്മയും ഭീകരനാശവും വടക്കുനിന്ന് ഞാൻ കൊണ്ടുവരുന്നു. കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ ദേശം ശൂന്യമാക്കും, നിന്റെ നഗരങ്ങൾ വിജനമായ നാശക്കൂമ്പാരമാക്കും. ആകയാൽ നിങ്ങൾ ചാക്കുടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ. കർത്താവിന്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് രാജാവിന്റെ ഹൃദയം തളരും, പ്രഭുക്കന്മാർ ഭീരുക്കളാകും, പുരോഹിതന്മാർ നടുങ്ങും, പ്രവാചകന്മാർ അമ്പരക്കും. അപ്പോൾ അവർ പറയും, ദൈവമായ കർത്താവേ, അങ്ങ് ഈ ജനത്തെയും ജെറുസലേമിനെയും വഞ്ചിച്ചു. നിങ്ങൾക്കെല്ലാം ഭദ്രമാണെന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാള് വീഴുന്നു. ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും. വതിരുപാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല. അത് ഞാൻ അയക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും. ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാദികൾ ഉച്ചരിക്കുക. ഇതാ, കാർമേഘം പോലെ ശത്രു വരുന്നു. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ, കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത്. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ദാനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉയരുന്നു. എഫ്രായിം മലയിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും. ജനതകളോട് വിളംബരം ചെയ്യുവിൻ, ജെറുസലേമിൽ വിളിച്ചു പറയുവിൻ, വിദൂരത്തു നിന്ന് ശത്രുക്കൾ വരുന്നു. യൂദായിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു. വയലിന് ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതെല്ലാം നിന്റെ മേൽ വരുത്തിവെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ. ഇത് നിന്റെ ശിക്ഷയാണ്. അത് കൈപ്പേറിയത് തന്നെ, നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു. വേദന, അസഹ്യമായ വേദന. ഞാൻ വേദനയാൽ പുഴുങ്ങുന്നു. എന്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു. നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു. ദേശം മുഴുവൻ വിജനമായി തീർന്നു. എന്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു. കൂടാരവിരികൾ നിമിഷനേരം കൊണ്ട് കീഴ്പ്പറിയുന്നു. യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം? കാഹളധ്വനി എന്നുവരെ കേൾക്കണം? എന്തെന്നാൽ എന്റെ ജനം വിഡ്ഢികളാണ്. അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കുവാൻ അവർ സമർത്ഥരാണ്. നന്മ ചെയ്യേണ്ടതെങ്ങനെയെന്നറിവില്ല. ഞാൻ ഭൂമിയിലേക്ക് നോക്കി, അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി, പ്രകാശം കെട്ടുപോയിരുന്നു. ഞാൻ മലകളിലേക്ക് നോക്കി, അവ വിറപൂണ്ടിരുന്നു. കണ്ണുകളെല്ലാം ഇളകി ഉലഞ്ഞുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശപ്പറവകളെല്ലാം പറന്നുപോയിരുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു.
കർത്താവിന്റെ മുൻപിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലംപതിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും, എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ഭൂമി വിലപിക്കട്ടെ, ആകാശം ഇരുളടഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിന് മാറ്റമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, എന്റെ തീരുമാനം മാറുകയില്ല. കുതിര പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു. അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു, പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു. പട്ടണങ്ങളെല്ലാം പരിത്യക്തമാകുന്നു, അവയിൽ ജനവാസമില്ലാതായി. അല്ലയോ നിർഭാഗ്യവതി, നീ എന്തിന് രക്താംബരം ധരിക്കുന്നു? നീ എന്തിന് രക്താഭരണം അണിയുന്നു? എന്തിന് കടക്കണ്ണുകളിൽ മഷിയെഴുതുന്നു? നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ്. നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു, അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു. പ്രസവവേദനയാൽ എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു. കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവരുടേതുപോലുള്ള ആർത്തനാദം. സിയോൻ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു. ഹാ, എനിക്ക് ദുരിതം! കൊലപാതകികളുടെ മുൻപിൽ ഞാനിതാ തളർന്നു വീഴുന്നു. അധ്യായം 31. 11-ാം വർഷം 3-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയോടും അവന്റെ ജനത്തോടും പറയുക, പ്രതാപത്തിൽ നീ ആർക്ക് തുല്യനാണ്? മനോഹരമായ ശാഖകൾ വീശി ഇലതൂർന്ന് ഉയരമേറിയ ലബനോനിലെ ദേവദാരു പോലെയാണ് നീ. അതിന്റെ അഗ്രം മേഘങ്ങളെ മുട്ടിനിന്നു, ജലമതിനെ പോറ്റി. അത് നട്ടിരുന്ന സ്ഥലത്തിനു ചുറ്റും തന്റെ നദികളെ ഒഴുക്കി. വനത്തിലെ വൃക്ഷങ്ങൾക്കെല്ലാം ജലം പകർന്ന് ആഴിയതിനെ ഉയരത്തിൽ വളർത്തി. അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെക്കാൾ അത് വളർന്നു പൊങ്ങി. ശാഖകൾ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം വെള്ളമുണ്ടായിരുന്നതുകൊണ്ട് അവ വളർന്നു നീണ്ടു. അതിന്റെ ശാഖകളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടി. കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി. അതിന്റെ തണലിൽ വലിയ രാജ്യങ്ങളെല്ലാം പുലർന്നു. വലിപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് മനോഹരമായിരുന്നു. അതിന്റെ വേരുകൾ ആഴത്തിൽ സമൃദ്ധമായ ജലത്തിനടുത്തെത്തി. ദൈവത്തിന്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിനുക്കിടയായിരുന്നില്ല. സരള വൃക്ഷങ്ങൾ അതിന്റെ ശാഖകൾക്ക് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിന്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമായിരുന്നില്ല. മനോഹാരിതയിൽ അതിന് തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിന്റെ തോട്ടത്തിലില്ലായിരുന്നു. ശാഖാബാഹുല്യത്താൽ അതിനെ ഞാൻ സുന്ദരമാക്കി. ദൈവത്തിന്റെ തോട്ടമായ ഏദനിലുണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് വളർന്നുയർന്ന് മേഘങ്ങളെ ഉരുമുകയും ആ വളർച്ചയിൽ അഹങ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനതകളിൽ ശക്തനായവന്റെ കരങ്ങളിൽ ഞാൻ അതിനെ ഏൽപ്പിക്കും. അതിന്റെ ദുഷ്ടതയ്ക്കർഹമായ വിധം അവൻ അതിനോട് പ്രവർത്തിക്കും. ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനതകളിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ വിദേശികൾ അത് വെട്ടി നശിപ്പിക്കും. എല്ലാ മലകളിലും താഴ്വരകളിലും അതിന്റെ ശാഖകൾ വീഴും. അതിന്റെ കൊമ്പുകൾ രാജ്യത്തെ എല്ലാ നദിയുടെയും കരയിൽ ഒടിഞ്ഞു കിടക്കും. ഭൂമിയിലെ എല്ലാ ജനതകളും അതിന്റെ തണൽ വിട്ടുപോകും. അതിന്റെ അവശിഷ്ടങ്ങളിൽ ആകാശപ്പറവകൾ കൂടുകെട്ടും. വന്യമൃഗങ്ങൾ അതിന്റെ ശാഖകൾക്കിടയിൽ പാർക്കും. ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തന്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുന്നതിനും തന്റെ അഗ്രം മേഘങ്ങൾ വരെ ഉയർത്താതിരിക്കുന്നതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിലെത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. എന്തെന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്യരോടൊപ്പം ഭൂമിയുടെ അധോഭാഗത്തിന് മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആഴം അതിനെ ചൊല്ലി വിലപിക്കാൻ ഞാൻ ഇടയാക്കും. അതിന്റെ നദികളെ ഞാൻ തടഞ്ഞു നിർത്തും. ജലപ്രവാഹങ്ങൾ നിലയ്ക്കും. അതിനെക്കുറിച്ചുള്ള ദുഃഖം ലെബനോനെ ആവരണം ചെയ്യും. തന്മൂലം വയലിലെ വൃക്ഷങ്ങളെല്ലാം വാടിപ്പോകും. പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം ഞാനതിനെ അധോലോകത്തേക്ക് വലിച്ചെറിയുമ്പോൾ അതിന്റെ പതനത്തിന്റെ മുഴക്കത്തിൽ ജനതകൾ നടുങ്ങിപ്പോകും. ഏദനിലെ വൃക്ഷങ്ങൾക്ക്, ലെബനോനിലെ ശ്രേഷ്ഠമായ മരങ്ങൾക്ക്, സുഭിക്ഷമായി ജലം വലിച്ചെടുത്ത് വളർന്ന വൃക്ഷങ്ങൾക്ക് അധോലോകത്തിൽ ആശ്വാസം ലഭിക്കും. അതിനോടൊപ്പം അതിന്റെ തണലിൽ വസിച്ചിരുന്ന ജനതകളും പാതാളത്തിലേക്ക് വാളിനിരയായവരുടെ അടുത്തേക്ക് പോകും. ഏദനിലെ ഏത് വൃക്ഷത്തോടാണ് മഹത്വത്തിലും പ്രതാപത്തിലും നിനക്ക് തുല്യത? അവിടുത്തെ വൃക്ഷങ്ങളോടൊപ്പം നീയും അധോലോകത്തിലേക്ക് എറിയപ്പെടും. വാളിനിരയായവരോടുകൂടെ അപരിച്ഛേദിതരുടെ ഇടയിൽ നീ കിടക്കും. ഇതാണ് ഫറവോയ്ക്കും
അവന്റെ ജനത്തിനും സംഭവിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 32. 12-ാം വർഷം 12-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു. മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് വേണ്ടി നീ ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ജനതകളുടെ ഇടയിൽ ഒരു സിംഹമായി നീ നിന്നെ കണക്കാക്കുന്നു. എന്നാൽ നീ കടലിലെ ഘോരസത്വം പോലെയാണ്. നീ നിന്റെ നദികളിൽ ചാടി വെള്ളം ചവിട്ടിക്കലക്കി അവരുടെ നദികൾ മലിനമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അനേകം ജനതകളുമായി വന്ന് ഞാൻ നിന്റെ മേൽ വലവീശും. അവർ നിന്നെ വലിച്ചു പുറത്തിടും. നിന്നെ ഞാൻ നിലത്തെറിയും. തുറസായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ ചുഴറ്റിയെറിയും. ആകാശത്തിലെ എല്ലാ പറവകളും നിന്റെ മേൽ പറന്നു വീഴുന്നതിനും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും നിന്നെ തിന്ന് തൃപ്തരാകുന്നതിനും ഞാൻ ഇടവരുത്തും. നിന്റെ മാംസം ഞാൻ പർവ്വതങ്ങളിൽ വിതറും. താഴ്വരകൾ നിന്റെ പിണം കൊണ്ട് ഞാൻ നിറയ്ക്കും. നിന്റെ രക്തമൊഴുക്കി ഞാൻ ഭൂമിയെ മലകൾ വരെ കുതിർക്കും. നീർച്ചാലുകൾ നിന്നെ കൊണ്ട് നിറയും. നിന്നെ നിർമാർജനം ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടിക്കളയും. നക്ഷത്രങ്ങളെ അന്ധകാരമയമാക്കും. സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം തരുകയില്ല. ആകാശത്തിലെ എല്ലാ പ്രകാശഗോളങ്ങളെയും നിന്റെ മേൽ ഞാൻ തമോമയമാക്കും. നിന്റെ ദേശം അന്ധകാരത്തിലാഴ്ത്തും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് അജ്ഞാതമായ രാജ്യങ്ങളിലേക്ക്, ജനതകളുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അടിമയാക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അനേകരുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകും. അനേകർ നിന്നെ കണ്ട് സ്തബ്ധരാകുന്നതിന് ഞാൻ ഇടയാക്കും. അവർ കാണുകെ ഞാൻ വാൾ വീശുമ്പോൾ അവരുടെ രാജാക്കൾ നിന്നെ പ്രതി പ്രകമ്പിതരാകും. നിന്റെ 10 ദിവസം എല്ലാവരും തങ്ങളുടെ ജീവനെ ചൊല്ലി ഓരോ നിമിഷവും വിറകൊള്ളും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ രാജാവിന്റെ വാൾ നിന്റെ മേൽ പതിക്കും. നിന്റെ ജനക്കൂട്ടത്തെ മുഴുവൻ ശക്തന്മാരുടെ വാളിന് ഞാൻ ഇരയാക്കും. ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരാണ് അവരെല്ലാം. ഈജിപ്തിന്റെ അഹങ്കാരം അവർ അവസാനിപ്പിക്കും. അവിടുത്തെ ജനം മുഴുവൻ നശിച്ചു പോകും. ജലാശയങ്ങളുടെ അരികിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. മനുഷ്യന്റെ പാദങ്ങളോ മൃഗങ്ങളുടെ കുളമ്പുകളോ മേലിൽ അവയെ കലക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ ജലം തെളിമയുള്ളതാക്കും. അവരുടെ നദികൾ എണ്ണ പോലെ ഒഴുകുന്നതിന് ഞാൻ ഇടയാക്കും. ഈജിപ്തിനെ ഞാൻ വിജനമാക്കുകയും ദേശത്തുള്ളതെല്ലാം നശിപ്പിച്ച് അതിനെ ശൂന്യമാക്കുകയും അതിലെ നിവാസികളെ വധിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ആലപിക്കാനുള്ള ഒരു വിലാപമാണിത്. ജനതകളുടെ പുത്രിമാർ ഈജിപ്തിനെയും അവരുടെ എല്ലാ ജനങ്ങളെയും കുറിച്ച് ഇതാലപിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. 12-ാം വർഷം 1-ാം മാസം 15-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു. മനുഷ്യപുത്ര, ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക. അവളെയും ശക്തരായ ജനങ്ങളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരോട് കൂടെ അധോലോകത്തിലേക്ക് തള്ളിയിടുക. സൗന്ദര്യത്തിൽ ആരെയാണ് നീ അതിശയിക്കുക? താഴെ ചെന്ന് അപരിച്ഛേദിതരുടെ കൂടെ കിടക്കുക. വാളിനിരയായവരുടെ മധ്യേ അവർ ചെന്നു വീഴും. അവളോടൊപ്പം അവളുടെ ജനവും കിടക്കും. ശക്തന്മാരായ പ്രമാണികൾ അവരുടെ സഹായകരോട് കൂടെ പാതാളത്തിന്റെ മധ്യേ നിന്ന് അവരെപ്പറ്റി ഇങ്ങനെ പറയും: അവർ താഴെ എത്തിയിട്ടുണ്ട്. വാളിനിരയാക്കപ്പെട്ട അപരിച്ഛേദിതരായ അവർ നിശ്ചലരായി കിടക്കുന്നു. അസീറിയ അവിടെയുണ്ട്. അവളുടെ വാളേറ്റു മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശവക്കുഴികളിൽ അവൾക്ക് ചുറ്റും കിടക്കുന്നു. അവരുടെ ശവകുടീരങ്ങൾ പാതാളത്തിന്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു. അവളുടെ കൂട്ടം അവളുടെ ശവക്കുഴിക്ക് ചുറ്റുമുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ചു കിടക്കുന്നു. ഏലാമും അവിടെയുണ്ട്. അവളുടെ ശവകുടീരത്തിന് ചുറ്റും അവളുടെ ജനക്കൂട്ടമുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ച് അപരിച്ഛേദിതരായി അധോലോകത്തിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിച്ചവരോടൊപ്പം അവർ അവമാനിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ അവർ അവൾക്ക് കിടക്കൊരുക്കി. വാളേറ്റ് മരിച്ച അപരിച്ഛേദിതരായ അവളുടെ ജനങ്ങളുടെ ശവകുടീരങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട്. എന്തെന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവർ പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ ഇന്ന് ലജ്ജിതരായി കഴിയുന്നു. വധിക്കപ്പെട്ടവരുടെ കൂടെയാണ് അവർക്കിടം ലഭിച്ചത്. മേശക്കും തൂബാലും അവിടെയുണ്ട്.
അവരുടെ ജനസമൂഹത്തിന്റെ ശവകുടീരങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം അപരിച്ഛേദിതരും വാളിനിരയായവരുമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയവരാണ് അവർ. വാളുകൾ തലയ്ക്ക് കീഴെയും പരിചകൾ അസ്ഥികളുടെ മുകളിലും വെച്ച് പടക്കുറിപ്പുകളോടെ പാതാളത്തിലേക്ക് പോയ വധിക്കപ്പെട്ട അപരിച്ഛേദിതരായ വീരന്മാരുടെ കൂട്ടത്തിൽ അവർ കിടക്കുകയില്ല. കാരണം ജീവനുള്ളവരുടെ ദേശത്ത് ശക്തന്മാരായ അവർ ഭീഷണിയായിരുന്നു. അപരിച്ഛേദിതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടി നിങ്ങൾ തകർന്നു കിടക്കും. ഏതോനും അവളുടെ രാജാക്കന്മാരും എല്ലാ പ്രഭുക്കന്മാരും അവിടെയുണ്ട്. എല്ലാ ശക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വാളിനിരയായ അപരിച്ഛേദിതരുടെയും പാതാളത്തിൽ പതിച്ചവരുടെയും കൂടെ കിടക്കുന്നു. വടക്കു നിന്നുള്ള പ്രഭുക്കന്മാരും സീദോന്യരും അവിടെയുണ്ട്. തങ്ങളുടെ ശക്തിയാൽ ഭീതിയുളവാക്കിയവരെങ്കിലും അവരും വധിക്കപ്പെട്ടവരോട് കൂടെ ലജ്ജിതരായി താഴേക്കിറങ്ങിയിരിക്കുന്നു. അവർ വാളിനിരയാക്കപ്പെട്ടവരോട് കൂടെ പാതാളത്തിൽ പതിക്കുന്നവരുടെ അപമാനം സഹിച്ച് അപരിച്ഛേദിതരായി കഴിയുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വാളിനിരയാക്കപ്പെട്ട ഫറവോയും അവന്റെ സൈന്യവും അവരെ കാണുമ്പോൾ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആശ്വാസം കൊള്ളും. ജീവിക്കുന്നവരുടെ ദേശത്ത് അവൻ ഭീതി പരത്തി. എന്നാൽ ഫറവോയും അവന്റെ ജനവും അപരിച്ഛേദിതരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോട് കൂടെ കിടക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു. ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടമണിയുന്നു. ദുർജനം സജ്ജനങ്ങളുടെ മുമ്പിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും